ആ ഞരമ്പൻ, ആ യൂത്ത് കോൺഗ്രസ് ഞരമ്പൻ ഇവനാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവാം, 2 ദിവസം മുമ്പ് i2 ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു. വയനാട് സ്വദേശിനിയായ ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്ന ഒരു യുവതി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. വളരെ സ്വഭാവദൂഷ്യമുള്ള, വളരെ മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുറിച്ച്, അയാളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗമായ ആ യുവതി വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് i2 ന്യൂസിലൂടെ നടത്തിയത്. അദ്ദേഹത്തിന്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് വയനാട് DCC ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റി പകരം TJ ഐസക് എന്ന പുതിയ ആൾക്ക് ചുമതല നൽകിയിരുന്നു. കോൺഗ്രസ് അത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ വലിയ വിളംബരം ചെയ്തിരുന്നു. മറ്റ് DCCകളിൽ അഴിച്ചുപണികളൊന്നും നടത്തിയില്ല എങ്കിലും വയനാട്ടിൽ നിന്നും ഇത്തരം അഴിച്ചുപണികൾ നടത്തി എന്ന് ഇവർ വലിയ രീതിയിൽ പ്രസ്താവിച്ചിരുന്നു. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയെടുത്തു. എന്തിന്? സ്വഭാവദൂഷ്യത്തിന്റെ പേരിലും മറ്റ് നടപടിക്രമങ്ങളുടെയും പേരിൽ രാഹുലിനെ അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനം തിരിച്ചെടുത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്രയും ഗുരുതരമായ സ്വഭാവദൂഷ്യമുണ്ടെന്ന് അവരുടെ കുടുംബാംഗം തന്നെ വെളിപ്പെടുത്തിയ ഒരു യുവ നേതാവ്, അവിടെ ആ പേര് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ആ പേര് പുറത്തുവിടാൻ പോവുകയാണ്. ആ പേര് പുറത്തുവിടുവാൻ കാരണം യാതൊരു എളുപ്പമില്ലാതെ ഈ മനുഷ്യനിതാ ഇന്ന് ND അപ്പച്ചനെ മാറ്റി TJ ഐസക്കിനെ ആ ചുമതല കൊടുത്ത ആ വേളയിൽ അവരോടൊപ്പം നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുക. ഇയാളുടെ പേരാണ് VC വിനീഷ് വിത്തുപറമ്പിൽ. വയനാട് സ്വദേശിയായ VC വിനീഷ് വിത്തുപറമ്പിൽ എന്ന ഒരു പഴയ പാസ്റ്റർ, അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പഴയ പാച്ചറാണ് ഇവൻ. ഇവനാണ് ആ യുവതി പറഞ്ഞ ആ ഞരമ്പൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ആ വീഡിയോ ഞങ്ങൾ കാണിക്കുന്നതാണ്. ആ വയനാട്ടിലെ ഞരമ്പൻ ഈ VC വിനീഷ് വിത്തുപറമ്പിൽ എന്ന ആളാണ്. ഇദ്ദേഹം ഇന്ന് ഈ DCC പ്രസിഡന്റിനെ മാറ്റിയ ആ വേദിയിൽ അതിന്റെ മുഖ്യ സംഘാടകനായി അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പദവി കഴിഞ്ഞ ദിവസം വരെ നോക്കിയപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എന്നായിരുന്നു. ഇന്ന് അത് കാണുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അത് അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് യൂത്ത് കോൺഗ്രസ് വയനാട് ഡിസ്ട്രിക്ട് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്നാണ്. യൂത്ത് കോൺഗ്രസ് വയനാട് ഡിസ്ട്രിക്ട് സെക്രട്ടറിയായ VC വിനീഷിനെ കുറിച്ചാണ് ആ യുവതി അത്തരം ഒരു പരാമർശം നടത്തിയത്. ഇത് ഞങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുവാൻ കാരണം ഇയാൾ ഇന്നതാ ആ DCC പ്രസിഡന്റിനെ മാറ്റുന്ന ആ വേദിയിൽ മുഖ്യ സംഘാടകനായി അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ആ റൗണ്ട് ഇട്ട കക്ഷിയാണ് നമ്മുടെ ഈ ഞരമ്പൻ. ആ ദൃശ്യങ്ങളൊന്ന് കാണുക. പ്രേക്ഷകരെ കണ്ടല്ലോ, ഇതുപോലെ ഗുരുതരമായ ആരോപണ വിധേയരാണ് യൂത്ത് കോൺഗ്രസിൽ പല ഉന്നത പദവികളും. ഇദ്ദേഹം വഹിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി എന്ന യൂത്ത് കോൺഗ്രസിന്റെ പദവി വഹിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ കുറിച്ചാണ് അവരുടെ കുടുംബാംഗമായ ഒരു യുവതി വെളിപ്പെടുത്തൽ നടത്തിയത്. ഇത്തരക്കാർക്കെതിരെ ഈ പാർട്ടി എന്ത് നടപടിയെടുക്കുമെന്ന് നോക്കാം. ഇവരാണ് ഇതുപോലുള്ള ഈ അപ്പച്ചന്മാരുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. വയനാട്ടിൽ തമ്മിലടിയും കുതികാലുവെട്ടും നാണംകെട്ട പണികളുമാണ് മൊത്തത്തിൽ പാർട്ടിക്ക് തന്നെ തലവേദനയും നാണക്കേടുമായ പശ്ചാത്തലത്തിലാണ് ഈ അപ്പച്ചനെ എടുത്ത് പുറത്തു കളയുവാൻ പാർട്ടി തീരുമാനിച്ചത്. ആ അപ്പച്ചന്റെ പിന്നിൽ നിൽക്കുന്ന അപ്പച്ചന്റെ റൈറ്റ് ഹാൻഡ് ആരാണെന്ന് നോക്കുക. ഇതുപോലുള്ള ഞരമ്പന്മാരാണ് ഇത്തരം അപ്പച്ചന്റെ കൂട്ടുകാരന്മാർ. പിന്നെ എങ്ങനെ ഈ പാർട്ടി കുണം പിടിക്കും എന്ന് നിങ്ങൾ തന്നെ പറയുക. ഞങ്ങൾ ആദ്യം വാർത്ത നൽകിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചു. പക്ഷേ ഇവരൊന്നും ഒതുങ്ങുവാനുള്ള ലക്ഷണം കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പുറത്തുവിടുവാൻ കാരണം. ഇയാൾ ഒരു പാർട്ടി പ്രവർത്തകനാണെന്ന് മാത്രമല്ല, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന ആ ചർച്ചിലെ ഒരു പാസ്റ്ററാണ്, ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു മുൻ പാസ്റ്ററാണ് എന്നാണ് വിവരം. ഇദ്ദേഹത്തെക്കുറിച്ച് i2 ന്യൂസ് നൽകിയ വാർത്ത ഇനി നിങ്ങളൊന്ന് കാണുക. അമ്മയുടെ ചേച്ചിയെ പ്രാപിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ്.
ഇത്രയും മ്ലേച്ഛന്മാരായ യുവജന നേതാക്കന്മാർ കതറുമിട്ട് ഉന്നത പദവികൾ വഹിച്ചു നടക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെറും ആരോപണത്തിന്റെ പേരിൽ നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നോർക്കണം. സ്വന്തം മകളുടെ പ്രായമില്ലാത്ത ഒരു യുവതിയെ നശിപ്പിച്ച് അവൾക്കൊരു മകളെ ഉണ്ടാക്കി നൽകുകയും ഇന്ന് ആ കുട്ടിക്ക് 23 വയസ്സായ ആ അമ്മയും മകളെയും ഉപേക്ഷിച്ചു പോയ ആ മാനിനെ കുറിച്ച് ITV ന്യൂസ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതുപോലെ പല പല വാർത്തകളും ഇനി വരുവാനുണ്ടെന്ന്. രാഹുലിനെ ക്രൂശിച്ച് മാന്യന്മാർ ചമഞ്ഞു നടക്കുന്ന സകല എണ്ണത്തിൻ്റെയും മുഖമോടി ഞങ്ങൾ പിച്ചി ചീന്തുമെന്ന്. കാനഡയിൽ നിന്നും ഒരു യുവതി ഇന്ന് രാവിലെ ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. തൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകന് തൻ്റെ അമ്മയുമായുള്ള അഭിഹിത ബന്ധം അവർ വെളിപ്പെടുത്തുന്നത് കേൾക്കുക. ആരാണ് ഈ ചെറുപ്പക്കാരൻ എന്നല്ലേ? ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ വൈസ് ചെയർമാൻ, യൂത്ത് കോൺഗ്രസ് ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ ഐഡന്റിറ്റി മാനുഷിക പരിഗണനയുടെ പേര് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. കാനഡയിൽ നിന്നും വിളിച്ച ആ യുവതിയുടെ വാക്കുകൾ കേൾക്കുക. ഞാനൊരു എക്സ് പെന്തക്കോസ്താണ്, പെന്തക്കോസ്റ്റിലായിരുന്നു. പക്ഷെ 6-7 വർഷമായിട്ട് മതം വിട്ടു. യാതൊരു ബന്ധവുമില്ല മതവുമായിട്ടോ അല്ലെങ്കിൽ സഭയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയായിട്ടോ അല്ലെങ്കിൽ അവരുടെ ദൈവമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഞാൻ സാറിനെ വിളിക്കുന്നത് എന്ന് പറയുന്ന ഒരാളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അവൻ യൂത്ത് കോൺഗ്രസ് വിങ്ങിന്റെ, പക്ഷെ അവന്റെ ചില സ്വഭാവ രീതികൾ ഒന്ന് വെളിപ്പെടുത്തണം എന്ന് തോന്നി. കാരണം ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് നമ്മളുടെ അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ്. നമ്മളത് പറയും. അതിനുള്ള ധൈര്യമൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അത് പറയണം എന്ന് തോന്നി അത് പറയുകയും ചെയ്യും. ഈവൻ എന്റെ മദറിന്റെ മൂത്ത സിസ്റ്ററിന്റെ 2ാമത്തെ മകനാണ്. അതായത് നമ്മുടെ അമ്മയുടെ ചേട്ടത്തിയുടെ മകൻ. അതെ അതെ അതെ. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു സെക്ഷൽ റീസ്ട്രെയിൻമെന്റും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എന്റെ മദറുമായിട്ട് വേറൊരു ബന്ധമാണ്. നമ്മളത് നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളതിനെ കോൾ ഔട്ട് ചെയ്തില്ല ആ സമയത്ത്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ പിന്നെ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ നമ്മളൊക്കെ ഞാനും എന്റെ മദറും ഒക്കെ ആയിട്ട് വളരെ വളരെ മോശം ബന്ധത്തിലേക്കാണ് പിന്നീട് അത് പോയത്. അതായത് അമ്മയുടെ ചേട്ടത്തിയുടെ മകൻ. പക്ഷെ അവരിങ്ങനെ ഈ ഒരു നിലവാരത്തിലാണ് അവരുടെ ഒരു ബന്ധമൊക്കെ. ഇവൻ ആദ്യം ഒരു കല്യാണം കഴിച്ചായിരുന്നു, പിന്നെ അത് ഡിവോഴ്സും ആയി. അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ നേരിട്ട് ഐ വിറ്റ്നസ് ആയിരുന്നോ? കണ്ടോ? ഐ വിറ്റ്നസ്സും ആയിരുന്നു, ഇയർ വിറ്റ്നസ്സും ആയിരുന്നു. കാരണം ഇവർക്ക് ഇവനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരുന്നു. സംശയിക്കേണ്ട സാഹചര്യത്തിലും ഇവരെ കണ്ടിട്ടുണ്ട്. ഇവരെ പല രീതിയിലും നമ്മുടെ ഫാദർ ഇല്ലാത്ത സമയത്ത് ഇവൻ ഒറ്റയ്ക്ക് വീട്ടിൽ വരികയും ഇവൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ല എന്ന് പണ്ട് എനിക്ക് അറിയുകയും ചെയ്യും. പിന്നെ പല പാസ്റ്റർമാരും വന്ന് ഒരു പാസ്റ്റർ വന്ന് ഞാൻ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനാന്നും പറഞ്ഞിട്ട് അയാളുടെ കൂടെ മുറിയില് എന്നെ പൂട്ടിയിട്ടു. അത് ഇവനും കൂടെ ചേർന്നിട്ടായിരുന്നു അയാളുടെ ഒപ്പം എന്നെ മുറി പൂട്ടിയിട്ടത്. അങ്ങനെ ഒരു ദുരനുഭവം ഇവന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവനുമായിട്ട് ഏകദേശം 6 വർഷം ഇവര് മിണ്ടില്ലായിരുന്നു. അതൊരു പ്രവാചകിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ഇവന്റെ പെങ്ങളുടെ പിന്നെ എന്തൊക്കെയോ പിന്നെ പേഴ്സണൽ അഫയേഴ്സ് എന്തൊക്കെയോ പറഞ്ഞ് അത് വൃത്തികേടാക്കി, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുണ്ടാക്കി എന്നും പറഞ്ഞ് അവസാനം ആ ഒരു ബന്ധം ഏകദേശം ഒരു 6 വർഷം അവര് മിണ്ടാണ്ടിരുന്നു. പിന്നെ ഒരു 6 വർഷത്തിന് ശേഷം ഈ ഒരു 6 വർഷത്തിന് ശേഷം ഞാൻ +2 പഠിക്കുമ്പോഴാണ് ഇവര് ഒന്നുകൂടെ ഒന്ന് പാച്ചപ്പ് ആവുന്നത്. അതും വേറൊരു പ്രവാചകി, അത് ഇവന്റെ അപ്പന്റെ പെങ്ങളൊരു പ്രവാചകിയുണ്ട്. ഇവൻ പെന്തക്കോസ്തുകാരനാണോ? ഇവൻ പെന്തക്കോസ്തുകാരനാണ്. ഇവൻ ബൈബിൾ കോളേജിൽ പഠിച്ചാണ്. 3 വർഷം പഠിച്ച് പാസ്റ്ററായ പെന്തക്കോസ്താണ്. ഏത് വിഭാഗത്തിലാ? അസംബ്ലീസ് ഓഫ് ഗോഡ്. അതെ അതെ, അസംബ്ലീസ് ഓഫ് ഗോഡ്. ഇപ്പോഴും ഇയാള് പെന്തക്കോസ്ത് സഭാംഗമാണോ? പിന്നെ പെന്തക്കോസ്ത് സഭാംഗമാണ്, അംഗമാണ് ഇയാള്. 2ാമത് കല്യാണവും കഴിച്ചിട്ടുണ്ട്. അവരുടേതും സെക്കൻഡ് മാരേജ് ആയിരുന്നു. ഇവന്റെ ഈ മോറൽ സൈഡ് മോശമാണെന്ന് പറയാൻ കാരണം എന്താണ്? ഇവന്റെ കുറെ ഓഡിയോ ക്ലിപ്പിങ്ങും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവന്റെ പഴയ കുറെ സ്റ്റോറീസ് നമ്മുടെ കസിൻസിന്റെ ഇടയിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം കൂട്ടി വായിക്കുമ്പോ ഇവന്റെ മോറൽ സൈഡ് വളരെ മോശമാണെന്ന് അറിയാം. ഇവന്റെ വീട്ടിലുള്ള സ്വഭാവങ്ങള് എല്ലാം മോശമാണെന്ന് നന്നായിട്ട് അറിയാം. പിന്നെ ഇവര് പോകുന്ന ചർച്ചില്
കൂടുതലും ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവര് തുടക്കത്തിൽ, ഇപ്പം അവര് ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഒക്കെ സ്റ്റേബിൾ ആണ്. പണ്ടൊന്നും അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല. പിന്നെ ഒരു താഴ്ന്ന കീഴ്ജാതിക്കാരെന്നുള്ള ഒരു എന്താ, ഈ ഇവരുടെ ഇടയിൽ വരുമ്പം ഒരു എന്താ പറയാ, അവർക്കൊരു സ്റ്റാറ്റസ് കുറവ് ഉള്ളതുപോലെ അനുഭവിപ്പിക്കുന്ന രീതിയിലൊക്കെ അവരുടെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ പല കുട്ടികളെയും ചൂഷണം ചെയ്തിട്ടുണ്ടോന്ന്, കാരണം പലരുമായിട്ടും പ്രേമായിട്ടും പിന്നീട് അത് ബ്രേക്കപ്പ് ആയി. ഇപ്പോഴത്തെ മോഡേൺ സെൻസ് പറയുകയാണെങ്കിൽ ബ്രേക്കപ്പ് ആയി, പക്ഷെ അത് വേറെ രീതിയിലൊക്കെ ആയിരുന്നത്. തെളിവുകൾ എന്തൊക്കെയാണ്? അത് ഇവന്റെ കുറച്ച് ചെറിയ ചില സെക്സ് ചാറ്റുകളാണത്. അതിലേക്ക് ഹിന്റ് ചെയ്യുന്ന ചില ചാറ്റുകളാണ്. എനിക്ക് നേരിട്ട് മറ്റെവിഡൻസുകളൊന്നും തരാനില്ല. നമ്മളൊക്കെ ഓരോന്നും കണ്ടും കേട്ട് അതൊക്കെ എവിഡൻസ് കളക്ട് ചെയ്യേണ്ട പ്രായത്തിൽ അതൊന്നും ചെയ്തില്ല. കാരണം ഇതൊരു 6 yearsനുള്ളിൽ നടക്കുന്ന ഒരു സാഗയാണല്ലോ. എവിഡൻസ്, സോളിഡ് എവിഡൻസ് കളക്ട് ചെയ്യേണ്ട ആ ഒരു മൈൻഡ് സെറ്റിലല്ലായിരുന്നു അന്ന് ഇരിക്കുന്നത്. ഇന്നിപ്പം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടി, അതുകൊണ്ട് നമ്മൾ സംസാരിക്കും. കാരണം ഞാൻ കണ്ട കാര്യം കേട്ട കാര്യങ്ങളും എനിക്കില്ലാന്ന് പറയാൻ പറ്റും. നമുക്ക് സോളിഡ് ആയിട്ട് പറയാവുന്ന കാര്യങ്ങൾ എന്താ ഉള്ളത്? നമ്മുടെ മദറുമായിട്ടുള്ള ഈ ബന്ധം തന്നെ, അത് വളരെ എവിഡന്റ് ആയിട്ടുള്ള ബന്ധമാണല്ലോ. ഏറ്റവും സോളിഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളൂ. അത് ഏത് എക്സ്റ്റെന്റ് വരെ ആ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു? അത് എല്ലാ എക്സ്റ്റെന്റും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ. ഒരു ശാരീരികമായ ബന്ധത്തിൽ വരെ ആ ഒരു റിലേഷൻ എത്തിയിട്ടുണ്ടോ? ശാരീരികമായിട്ടുള്ള ബന്ധം ഇവര് തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ സംസാരത്തിൽ നിന്നാണെങ്കിലും പലപ്പോഴും പല വൾണറബിൾ സ്റ്റേജിലും ഞാൻ വിളിക്കുമ്പോൾ എന്റെ ഫാദർ ഇല്ലാത്ത സമയത്ത് ഇയാളും ഈ സ്ത്രീയും ഒരു ബെഡ്റൂമിൽ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടത്തിയുടെ മകനല്ലേ? ആ നിലയ്ക്ക് നമുക്ക് അതിനെ അങ്ങനെ സംശയിക്കാമോ? അങ്ങനെ സംശയിക്കാൻ തക്ക കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ നമ്മള് ഇനി എന്ത് ബന്ധാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്ക് അങ്ങനെ വിളിച്ചു വരുത്തുക, ഒറ്റയ്ക്ക് വളരെ അതായത് ഒരു പരിധി വിട്ടിട്ട് ഒരു പ്രോക്സിമിറ്റിയിലേക്ക് അടുപ്പിക്കുക, ഇത് വളരെ മോശപ്പെട്ട ഒരു അനുഭവം തന്നെയാണല്ലോ നമുക്കുള്ളത്. ഇത്തരം ഒരു ഡിസ്ക്ലോസ്മെന്റ് നടത്തുവാൻ കാരണം എന്താണ്? ഡിസ്ക്ലോസ്മെന്റ് നടത്താൻ തോന്നി, അതുകൊണ്ട് അത് തന്നെയാണ് കാരണം. ഇതാണ് സമയം എന്ന് തോന്നി. ഇത് പലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ITV ന്യൂസിൽ സാറിനോട് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. ഇത് പലർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണിത്. ഇതെല്ലാവർക്കും അറിയാം. ഇനി ഈ യുവാവിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുവാൻ ഞങ്ങൾ വിളിച്ചപ്പോൾ ലഭിച്ച ആ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേട്ടാലോ? ഹലോ സാറേ, പറഞ്ഞു. സാർ അത് കൊടുക്കരുത് കേട്ടോ. നമുക്കതിനകത്ത് ഒരു ചുരുക്കി പറയാവുന്ന നമ്മുടെ ഒരു വേർഷൻ എന്താണ് അവർ പറയുന്നതിനകത്ത്? ഇപ്രകാരം ഒരു വേർഷനില് എങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്തെ കുറിച്ച് ഈ പെൺകുട്ടി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താ? അവരെ അരുതാത്ത സാഹചര്യത്തിൽ അവർ നേരിട്ട് കണ്ടു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇങ്ങനെ ഇത് കുറേ ആയി ഇവിടെ തുടങ്ങിയിട്ടത്. ഇവിടെ കാനഡയിൽ ചെന്ന പിന്നെ ഇവിടെ സ്വഭാവം ഇങ്ങനെയാണിത്. ഒരു പെൺകുട്ടി 1 വയസ്സ് മുതൽ അതിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാല് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് അതൊന്നും. കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ പാസ്റ്ററുടെ മുറിയിലേക്ക് കയറ്റി വിട്ടത് നിങ്ങൾ രണ്ടും കൂടെ കൂടിയാണെന്നാണ് പറയുന്നത്. ആ മുറി കൂട്ടിയിരുന്നോ നിങ്ങള്? എവിടെ? ഏത് പാസ്റ്ററെ? കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് പാസ്റ്ററെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും. ഏത് പാസ്റ്റർ വിളിച്ചു വരുത്തി? ഏത് പാസ്റ്ററെ? ഏതായിക്കോട്ടെ, ഏതെങ്കിലും പാസ്റ്ററെ വിളിച്ചു വരുത്തിയിരുന്നോ? ഒരു പാസ്റ്ററെയും അവളെ സംബന്ധിച്ച് ഒരു പാസ്റ്റർമാരെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു റൂമിലേക്കും കയറ്റി വിട്ടിട്ടില്ല. ഞാനിപ്പോ അവളെ ഒന്ന് കോൾ കോൺഫറൻസിൽ ഇട്ടാൽ അവള് ക്ലാരിഫൈ ചെയ്യും, അവള് കൃത്യം പറയും, പേര് പറയും. ഇല്ല, ഞാൻ അവളായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കറിയത്തില്ല ഏത് പാസ്റ്റാണ്. അന്നേരം അവള് പറയും കൃത്യം ഏത് പാസ്റ്റാന്ന് അവള് പറയും. ഒന്ന് കോൾ കോൺഫറൻസിൽ ഇട്ടാ കുഴപ്പമുണ്ടാവുമോ? സാറേ, അവള് ഏത് പാസ്റ്റാന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. അങ്ങനത്തെ അവള് പറയുന്ന മുഴുവൻ നുണയാണ് പറയുന്നേ. അല്ല, ഞാൻ കോൾ കോൺഫറൻസിൽ ഇട്ടാ കുഴപ്പമുണ്ടോ? അവളോട് പറയുന്ന കാര്യങ്ങൾ സാറ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് ചാനലിൽ ഇടാൻ വേണ്ടിട്ടല്ലേ? ഏതാ സാറ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ചാനൽ ഇടാൻ വേണ്ടിട്ടല്ലേ? ഇതിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ സാന്നിധ്യത്തിൽ ചോദിക്കാമല്ലോ. പച്ച കള്ളമാണെന്ന് ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ അവള് പറയും ഏത് പാസ്റ്ററാണ് എന്നായിരുന്നു അത് എന്നുള്ള കൃത്യം പറയട്ടെ. എന്നിട്ട് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുമല്ലോ. സാർ ഒന്ന് കോൺഫറൻസിലിട്, അത് വിളിച്ചെടുക്കുമെങ്കിൽ. ഒരു സെക്കൻഡ്.
ഇല്ലല്ല, അവള് ചോദിക്കില്ല. അവളെ ഏതോ പാസ്റ്റർ അവളെ ആന്റി ഞാനും കൂടെ റൂമിലേക്ക് കയറ്റി വിട്ടുവെന്ന് അവള് പറയുന്നത്. നിക്ക് ഞങ്ങളിത് വാർത്തയാക്കുവാൻ കാരണം യൂത്ത് കോൺഗ്രസിന്റെ പല ഉന്നത പദവികൾ വഹിക്കുന്നവർ ആരൊക്കെയാണ്, അവർ എത്രക്കാരാണ് എന്നൊക്കെയുള്ള ഒരു സാമാന്യ ബോധം പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ അവസരത്തിൽ നല്ലതാണ് എന്ന് കരുതിക്കൊണ്ടാണ്. ഇത്തരക്കാരൊക്കെ യഥേഷ്ടം പോലെ ഇവിടെ വിഹരിക്കുമ്പോഴാണ് രാഹുലിനെ ഇവർ ക്രൂശിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സുമുഖനായ കത്തോലിക്കനായ കോൺഗ്രസ് MLA വിവാഹം ഈയിടെ മുടങ്ങിപ്പോയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അവിഹിതം പെൺവീട്ടുകാർ അറിഞ്ഞതുകൊണ്ടാണ് അത് മുടങ്ങിയത്. ആരാണ് ആ ബിരുദൻ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.